2026 കിടക്കുമ്പോൾ പലർക്കുമുള്ള ഒരു റെസൊല്യൂഷൻ ആയിരിക്കും സ്വന്തമായിട്ടുള്ളൊരു വീട്. അതെല്ലാവർക്കും എല്ലാ വർഷവും ഇങ്ങനെ മാറി മാറിക്കൊണ്ടേയിരിക്കും അല്ലേ? അപ്പോൾ ഈ വർഷം ഞാൻ കാണിക്കാൻ പോകുന്നതാണ് എൻ്റെ ഡ്രീം ഹോം. സോ ഇത്രയും വിഷ്വൽസ് കണ്ടു കഴിയുമ്പോൾ ഇനി കാണാനുള്ളതെന്ന് പറയുന്നത് ഇവിടുത്തെ അമ്യൂണിറ്റീസ് ആണ്. ഇതാണ് നമ്മുടെ ഏരിയ. കാണാം, ബാ. വിശാലമായി വൈകുന്നേരങ്ങൾ ചെലവഴിക്കാൻ ഈ റെസ്റ്റിംഗ് ഏരിയ. ചുമ്മാ സ്വപ്നം കണ്ടാ പോറന്നേ, നന്നായിട്ട് ആരോഗ്യത്തിന് വേണ്ടിയിട്ട് പരിശ്രമിക്കണ്ടേ? എന്റർടൈൻമെന്റ് ഇല്ലാതെ എന്ത് ജീവിതം അല്ലേ? എല്ലാ തിരക്കിനിടയിലും കുറച്ച് സമയം നമുക്ക് മനസ്സ് തുറന്ന് ചിരിക്കാൻ, സന്തോഷിക്കാൻ, ഒരു സിനിമയൊക്കെ കാണാൻ ആഗ്രഹം ഉണ്ടാവില്ലേ? അതിനും നമുക്കിവിടെ ഒരു ഫെസിലിറ്റി ഉണ്ട്. നിങ്ങൾ ഈ കാണുന്ന മനോഹരമായിട്ടുള്ള ഒരു ഏരിയയിൽ നിന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. നോക്കൂ, ഡോൾബി അറ്റ്മോസിന്റെ ഒരു മിനി തിയേറ്ററിലേക്ക്. കാണാം, വാ. ഞാനിപ്പോൾ നിൽക്കുന്നത് ക്ലാസ് എടുക്കാൻ നിൽക്കുന്ന ഒരു ഫീൽഡിലാണ്. അത്രയും വലിയൊരു മീറ്റിംഗ് ഹാൾ ഇവിടെ ഉണ്ട്. പക്ഷേ എനിക്കിഷ്ടം ഇതൊരു ഫാമിലി ഗെറ്റ് ടുഗെദറിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് പാർട്ടി നടത്താനോ ഒക്കെ ആയിട്ടുള്ള ഒരു ഏരിയ പോലെയാണ് എനിക്കിത് ഫീൽ ചെയ്തത്. കാരണം എന്താണെന്നറിയോ, നമ്മൾ ഈ ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഗെറ്റ് ടുഗെദർ ഒക്കെ നേരെ ചെന്ന് എത്തി നിൽക്കുന്ന വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഓപ്പൺ ഏരിയയിലാണ്. ഇവിടെ നമുക്ക് ബാർബിക്യൂ ഒക്കെ സെറ്റ് ചെയ്യാനും ഒരു പാർട്ടി അറേഞ്ച് ചെയ്യാനും ഡാൻസ്, പാട്ട് ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ ആണ്. വൈകുന്നേരങ്ങളിലൊക്കെ നല്ല ചില്ലായിരിക്കും. ശരിക്കും ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്നറിയോ, ഒരു സൈഡ് നമ്മുടെ കിംസ് ഹോസ്പിറ്റൽ, അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഫേവറേറ്റ് ഹോംസിൻ്റെ ദ ലോറൻസ്. ആൻഡ് ഇവിടെ 2, 3, 4, 5 ആൻഡ് ഡ്യൂപ്ലെക്സ് അപ്പാർട്ട്മെന്റ്സും അവൈലബിൾ ആണ്. സോ ആലോചിച്ചൊന്നും ഇരിക്കരുത് എന്നുള്ളതാണ് എൻ്റെ റിക്വസ്റ്റ്. കാരണം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അപ്പാർട്ട്മെന്റ്സ് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. വേഗം സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ. നിങ്ങളുടെ ഫേവറേറ്റ് ഹോം ഇപ്പൊ തന്നെ ബുക്ക് ചെയ്തോ.